എണീച്ചോളാന്ന് പറഞ്ഞിങ്ങനെ കിടന്നോ. അടുത്തത് അമ്മ വടി കൊണ്ടാവും വരിക. നീ എന്തെങ്കിലും ചെയ്, ഞാൻ പോവാ. അമ്മ ചായ. ആ ചെക്കൻ എണീച്ചിട്ടില്ല. ഇത്ര നേരമായിട്ടാ ചെക്കൻ എണീച്ചിട്ടില്ല. ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. മൂട്ടിന്റെ കാര്യത്തിൽ തീരുമാനായി. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമി കുലുക്കം. ഇനി നീ കിടന്നുറങ്ങിയാലേ ഇതാവൂല നിനക്ക് കിട്ടാ കേട്ടാ. ശരി അമ്മേ, ഞാൻ എണീച്ച്. അമ്മേ ഞാൻ പോവാട്ടോ. പോയിട്ട് വരട്ടെ അച്ഛാ. പോയിട്ട് വാ. അല്ല മോട്ടോടെ അവ മാറ്റുന്നേ ഉള്ളൂ. അമ്മേ ഇങ്ങനെ വിളിച്ച് കൂവല്ലേ. എന്താ ഞാൻ ഇറങ്ങാട്ടോ. അപ്പൊ മോട്ടൂരാരും കൊണ്ടോ? മോട്ടൂരെ നിന്റെ കൂടെ കൂട്ടിക്കോ. നല്ല ആളാ. ഇപ്പൊ ഇറങ്ങിയ തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചേച്ചി ഞാനുണ്ട്. ഓ ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങിയല്ലോ. വാ പോവാ. ബൈ അച്ഛാ. ബൈ അമ്മേ. ബൈ ബൈ. വാ പോവാ. ഓ ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ. എത്ര നേരം ഞാൻ ഇവിടെ കാത്തുക്കുന്നു. ഹായ് ചേച്ചി. ഹായ്. എന്നാ ശരി ഞാൻ പോട്ടെ മോട്ടു. നീ പോയിക്കോളില്ലേ നീ? ബൈ ബൈ ടകിച്ചു. ബൈ ചേച്ചി. എന്നാ നമുക്കിനി പോയാലോ? ഏത് സാറ്? മിണ്ടെന്നാ കേട്ടെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെന്താണ് നീ എങ്ങനെ പറഞ്ഞേ? അല്ല കഴിഞ്ഞാലും നമ്മൾ എന്താണ് എന്തൊപ്പിച്ചാലും ആദ്യം പൊക്കുന്നത് ആ സാറാണല്ലോ. അപ്പൊ പിന്നെ ഈ കൊല്ലം പൊക്കാൻ വേണ്ടി ആള് വരും. അതുകൊണ്ട് പറഞ്ഞതാ. ഓ അതുകൊണ്ടാണോ? എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ ഇവളെന്താ ഇത്ര ലേറ്റ് ആവുന്നേ? വന്നല്ലോ. ഓ ഇയാൾ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടോ? ആ ബസ് ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. ഏയ് മോളുസേ, ഒന്ന് തിരിഞ്ഞു നോക്കടി. മൈൻഡ് ചെയ്യണ്ട. എടി ഒന്ന് തിരിഞ്ഞു നോക്കടി. എത്ര ദിവസമായി നിന്നെ ഞാൻ വിളിക്കുന്നത്. ഇവള് തിരിഞ്ഞു നോക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഇതെന്തായാലും ഞാൻ അങ്ങോട്ട് പോയി മിണ്ടേണ്ടി വരും. ഡേ എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നത്. നിനക്കത് ചെവി കേക്കൂലേ? ഇല്ല കേക്കൂല. എന്തേ? തോർക്കുത്രം പറയുന്നു. നിന്നെ ഞാൻ ഇന്ന് ഇനി ഞാൻ സംസാരിക്കാൻ വരുമ്പോ എങ്ങാനും മിണ്ടാതിരുന്ന ഇതിലും വലുത് നീ അനുഭവിക്കും. ഇപ്പൊ ഞാൻ പോവാ. നാളെ കാണാം. ഞാൻ കോളേജിലേക്ക് പോവാ. ഈ കൈ വെച്ച് എന്തായാലും എഴുതാൻ പറ്റൂല. വീട്ടിലേക്ക് തന്നെ പോവാ. എന്റെ ചെടിയൊക്കെ വളരുന്നുണ്ട്. എന്ത് ഭംഗി ഈ ചെടിയൊക്കെ കാണാൻ. അമ്മേ കോളേജൊക്കെ ഉണ്ടമ്മേ. അത് പിന്നെ ഞാൻ പറയാ. അച്ഛൻ അകത്ത്? അമ്മ അകത്തേക്ക് വാ, ഞാൻ അവിടുന്ന് പറയാ. എന്താ മോളെ പറ്റിയേ? പറ. അത് പിന്നെ അച്ഛാ ഇതിങ്ങനെ ഇട്ടാ പോരാ. നമുക്ക് പോലീസിനെ അറിയിക്കാം. ഹലോ. യെസ്, മിസ്റ്റർ സജിൻ ഇസ് ഹിയർ. സർപ്രൈസ് ആയോ? ഇതെന്റെ വീടായതുകൊണ്ട് ഞാനിവിടെ. ഞാൻ അവിടെ പോയി വരുന്ന വഴിയല്ലേ. ഇല്ല, അത് എന്റെ ഫ്രണ്ട്സ് തന്നെ വെറുതെ വിളിച്ച് കളിയാക്കിയതാണ്. അല്ലാതെ ക്ലാസ് തുടങ്ങിയൊന്നുമല്ല.
ഞാൻ അവിടെ വെറുതെ പോയി ചമ്മി. ക്ലാസ് തുടങ്ങാൻ ഇനിയും ഒരു മാസമുണ്ട്. അല്ല, ഞാൻ വന്നപ്പോ നിങ്ങൾ എല്ലാരും ഒരുമിച്ചിരിക്കുന്നത്? അല്ല മീര, നിനക്കിന്ന് കോളേജൊന്നും ഇല്ലേ? അത് പിന്നെ എന്തേ എന്തേ പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ടടാ. എന്ത് പ്രശ്നം? അത് പിന്നെ അയ്യേ, ഈ ചീള് കേസിനാണോ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്? അല്ലടാ, പിന്നെന്താ ചെയ്യാ? ഇത് ഞാൻ തീർത്തു തരാം. ചേട്ടനെങ്ങനെ തീർക്കാനാ ചേട്ടാ? അതൊക്കെ ഉണ്ട് മീരെ, നീ വെയിറ്റ് ആൻഡ് സീ. അല്ല അമ്മ, കഴിക്കാൻ എന്തേ ഉണ്ടോ? എനിക്ക് വിശക്കുന്നു. അടുക്കളയിലേക്ക് വാ, ഞാൻ എടുത്ത് വെക്കാം. അതിന് മുന്നേ എനിക്ക് 2-3 കോൾ ചെയ്യാനുണ്ട്. മോളെ മീരെ, ഈ ചേട്ടന്റെ ബാഗൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്തേക്കേ. ശരി. എടാ, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ എത്തൂലേ? പിന്നെ എത്താതെ ഞങ്ങൾ എന്തായാലും എത്തും. പോരെ? മതി മതി. ഓക്കെ, ബൈ. ബൈഡാ. എടാ നിർത്ത്. ആടാ നിർത്താ. കിടന്ന് ഒച്ച ഉണ്ടാക്കല്ലേ. എടാ നീ ഇവിടെ നിൽക്ക്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അല്ലടാ, വണ്ടി അകത്തേക്ക് കയറ്റി കൂടെ? അകത്തേക്ക് കയറ്റണ്ട, അവനെ എവിടേക്കാ പോണെന്നാ പറഞ്ഞേ. എന്നാ ഓക്കെ, വാ അകത്തേക്ക് പോവാ. അല്ലടാ, അവൻ എവിടെ പോയാന്ന് നമ്മളെ വിളിച്ചേ? ആർക്കറിയാ, അവനവൻ പറഞ്ഞില്ല, വരാൻ പറഞ്ഞു. എന്തായാലും നീ അവനെ വിളി. സജിനെ. ആടാ വന്ന്. എടാ സജിനെ, എത്ര കാലായി കണ്ടിട്ട്? ശരിയാ, എത്ര കാലായി കണ്ടിട്ട്. അല്ലടാ, നീ എന്തിനാ വരാൻ പറഞ്ഞേ? ഒരു ചെറിയ പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അതൊക്കെ ഉണ്ടടാ. ഇപ്പൊ നമുക്ക് വിട്ടാലോ? പോവാ. പോവാ. അല്ലടാ, നിങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നേ? എന്നാ കുഴപ്പമില്ല, ഞാൻ എന്റെ വണ്ടി എടുക്കാം. എന്നാ പോവാ. വാടാ പോകൂലേ? വരുന്നേ. ഇതാണോടാ നീ പറഞ്ഞ സ്ഥലം? അല്ലടാ. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ബൈക്ക് ഇവിടെ വെച്ചിട്ട് പോവാം. അവനോട് പറ ബൈക്ക് ഇവിടെ നിർത്തിക്കോളാൻ. അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വലിയ സൗകര്യം ഇല്ല. ആടാ, ഞാൻ പറയാം. സജിനെ. എടാ, അവൻ കേൾക്കുന്നു തോന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് നിർത്തിക്കോ. അല്ലടാ, എന്താ ഇവിടെ നിർത്തിയേ? എടാ, അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വലിയ സൗകര്യമൊന്നുമില്ല. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ചിലപ്പോ ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ട്. ബസ് സ്റ്റോപ്പ് അല്ലേ? ഓക്കേടാ. അല്ലടാ മോനെ, നീ അങ്ങോട്ടല്ലേ? ആടാ, നടന്നോ. ഒരൊറ്റ പെൺകുട്ടി പോലും ഇല്ല. അല്ലടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇതോ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ? അവനെ തല്ലാനാ? എന്തിനി? അവനെ എന്റെ അനിയത്തിനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അവനിട്ടൊന്ന് കൊടുക്കണം. അതിനെന്താ, നമുക്ക് കൊടുക്കളാ. അപ്പൊ റെഡി ആയിക്കോ. ഓക്കെ. ഹായ് ബ്രോ. ഹായ്. നിങ്ങളാരാ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇയാളേതാ? ഞാനേതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ? ഒന്നിനുമല്ല, വെറുതെ അറിഞ്ഞിരിക്കാലോ. അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ബ്രോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നീ പറയില്ല? കണ്ട പെൺകുട്ടികൾക്ക് നീ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുമല്ലോ. പെൺകുട്ടികൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു? ആന്നേ, പെൺകുട്ടികൾ മിണ്ടിയില്ലെങ്കിൽ അവരെ കൈ കയറി പിടിക്കാൻ വരെ മടിക്കാത്ത ആളല്ലേ നീ. ഇയാളത് എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് പോയിക്കേ. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലടാ? അതെ, മനസ്സിലായില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്റെ പെങ്ങളെ തൊടാനാടാ. ഇനി നീ അവളെ ശല്യം ചെയ്താ നീ ജീവനോടെ ഉണ്ടാവില്ല.